ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അപകടകരമായ മഹാമാരി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 91:3 അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. കർത്താവ് നമ്മുടെ അത്യന്തിക സംരക്ഷകനാണ്. വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് മാത്രമല്ല, അപകടകരമായ മഹാമാരിയിൽ നിന്നും അവൻ നമ്മെ സംരക്ഷിക്കുന്നു. ഈ മഹാമാരികൾ രോഗങ്ങൾ പോലുള്ള ശാരീരികമോ, അസൂയ, കയ്പ്, ക്ഷമിക്കാത്ത ഹൃദയം എന്നിവ പോലെ ആത്മീയമോ ആകാം. എന്നിരുന്നാലും അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് വസിക്കുകയും സർവശക്തന്റെ നെഞ്ചിൽ വസിക്കുകയും ചെയ്യുന്നവർക്ക് അവന്റെ സംരക്ഷണം ഉറപ്പാണ്. മഹാമാരി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ആദാമിന്റെ പതനത്തിലൂടെ ലോകത്തിലേക്ക് പ്രവേശിച്ച ശാപത്തിന്റെ ഫലമാണ്. മഹാമാരികൾ വിനാശകരമായിരിക്കും, വേഗത്തിൽ പടരുകയും ജീവൻ അപഹരിക്കുകയും ചെയ്യും. ചരിത്രം അത്തരം ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഉദാഹരണത്തിന് കോളറ ഒരിക്കൽ മുഴുവൻ ഗ്രാമത്തെയും നശിപ്പിച്ചു. വ്യാപകമായി ഭയത്തിനും കഷ്ടപ്പാടിനും കാരണമായി. 2019 മുതൽ 2023 വരെ നീണ്ടുനിന്ന ആഗോള മഹാമാരിയായ COVID-19 ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും മനുഷ്യരാശിയിൽ ആഴത്തിലുള്ള മുറിവ് അവശേഷിപ്പിക്കുകയും ചെയ്തു. എയ്ഡ്സ് പോലുള്ള മറ്റ് ബാധകൾ, അനിയന്ത്രിതമായ ജഡമോഹങ്ങൾ അല്ലെങ്കിൽ വൈദ്യചികിത്സയിലെ അശ്രദ്ധ പോലുള്ള പാപകരമായ പ്രവൃത്തികളുടെ നേരിട്ടുള്ള അനന്തരഫലമാണ്. നോഹയുടെയും ലോത്തിന്റെയും കാലത്തെ പോലെ അശ്രദ്ധമായ സുഖഭോഗങ്ങൾ, വേശ്യാലയങ്ങൾ, കാമഭ്രാന്തമായ വിനോദങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഇന്നത്തെ സംസ്കാരം നാശത്തെ ക്ഷണിച്ചു വരുത്തുന്നു. നാം അന്ത്യകാലത്തോടടുക്കുമ്പോൾ അത്തരം ബാധകളുടെ വ്യാപനം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫറവോന്റെ ദൈവത്തോടുള്ള അനുസരണക്കേടിന്റെ ഫലമായി മിസ്രൈമിൽ 10 വിനാശകരമായ ബാധകൾ ഉണ്ടായി. അതിലൊന്നാണ് മഹാമാരി. ഇത് പുറപ്പാട് 9:15 കാണപ്പെടുന്നു. എന്നിരുന്നാലും ഈ ബാധകൾ ഗോഷനിലെ ഇസ്രായേലിയരെ ബാധിച്ചില്ല. കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിച്ചു. ഇന്നും അവൻ തന്റെ ജനത്തെ, ആത്മീയ മക്കളെ സംരക്ഷിക്കുന്നു. നിങ്ങൾ അവന്റെ ദിവ്യമറവിൽ തുടരുന്നിടത്തോളം ഒരു ബാധയും നിങ്ങളുടെ വാസസ്ഥലത്തിനടുത്ത് വരികയില്ല. തന്റെ തിരിച്ചുവരവിന് മുമ്പ് മഹാമാരികളും ക്ഷാമങ്ങളും ഉണ്ടാകുമെന്ന് കർത്താവായ യേശു തന്നെ മുന്നറിയിപ്പ് നൽകിയത് മത്തായി 24:7 നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അത്യുന്നതനിൽ അഭയം തേടുക, അവനോട് ചേർന്ന് നിൽക്കുക. കാരണം അവന്റെ സങ്കേതത്തിൽ മാത്രമേ യഥാർത്ഥ സുരക്ഷയുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോശുവ 24:17 ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമവീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുക ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴികളിലും ഞങ്ങൾ കടന്നുപോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 34, 35, 36 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 9 30 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.